ഹലോ ഗായ്സ്, അപ്പോൾ മോഡൽ പരീക്ഷയുടെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ ഇപ്പോൾ 3 പരീക്ഷ കഴിഞ്ഞു. മോഡൽ ഫുൾ കംപ്ലീറ്റ് ആയി. ഇനി കുറച്ച് നേരം ഉറങ്ങണം. ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഇന്ന് കിടന്ന് ഉറങ്ങണം. കാരണം എനിക്ക് എന്തോ പോലെ ഈ പരീക്ഷ വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം പിന്നെയും പഠിക്കണം. ഫൈൻ പരീക്ഷയല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ മാത്സ് ആണ് ഞങ്ങൾക്ക് ലാസ്റ്റ്. ഞങ്ങൾ സയൻസിന് ലാസ്റ്റ് മാത്സ് ആയിരുന്നു. മാത്സ് ഒരുവിധം കുഴപ്പമില്ലാത്ത പേപ്പറായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല, എന്നാൽ വലിയ ഈസി ഞാൻ പറഞ്ഞില്ല. ചില ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടും, പക്ഷെ സബ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ എന്തോ അങ്ങനെ എന്താ പറഞ്ഞത് അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഇരിക്കില്ലായിരുന്നു. അല്ലാതെ സംഭവം ഓക്കെയാണ്, എന്നാൽ അത്ര ഓക്കെ അല്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കിട്ടിയിരുന്ന കുറച്ചൊക്കെ സബ് ക്വസ്റ്റ്യൻക്ക് വരുമ്പോൾ എന്താ പ്രശ്നം പറ്റിയെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. വേറെ ഒന്നും കുഴപ്പമുണ്ടായില്ല. ലിമിറ്റ്സ് ഞാൻ പഠിക്കാണ്ടാ പോയത്, ബാക്കിയുള്ളതൊക്കെ പഠിച്ചു. കാരണം ഇംഗ്ലീഷും കൂടി പഠിച്ചാൽ മീൻസ് ഞാനിപ്പോൾ ഇത്രയാണ് ചെയ്യുന്നത്. എനിക്ക് അത് തന്നെ വീണ്ടും പഠിച്ചോണ്ട് പോകാം. കാരണം അത് മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയും മാർക്ക് കിട്ടും. അല്ലാണ്ട് അറിയാത്തത് നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ നിന്ന് കുറേ കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യമില്ല. ഞാൻ ആ കൂടി ഇപ്രാവശ്യം ലാസ്റ്റ് മിനിറ്റ് കുറേ കോൺസെൻട്രേറ്റ് ചെയ്ത് ട്രിഗണോമെട്രി എനിക്ക് അറിയായിരുന്നു. ഞാൻ ഒന്നും കൂടി അത്യാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ട്രിഗണോമെട്രിക്ക്. കാരണം അത്യാവശ്യം വരുന്ന ഞാൻ വിചാരിച്ചു, പക്ഷേ അധികം ക്വസ്റ്റ്യൻസ് വന്നില്ല ട്രിഗണോന്ന്. പിന്നെ ഏതായിരുന്നു CS ഞങ്ങൾ ഞങ്ങളെ ചതിച്ചു വിട്ടു. കാരണം CS ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ ഇറക്കിയിട്ടുള്ള എനിക്ക് തോന്നുന്നു. അത്രയും നല്ല ക്വസ്റ്റ്യൻ പേപ്പറാണ് CS ഉണ്ടെങ്കിൽ. CS അധികം മീൻസ് കമ്പ്യൂട്ടർ സയൻസിലൊക്കെ കാര്യം പറഞ്ഞാൽ വലിയ അധികം പഠിക്കണമെന്നൊന്നുമില്ല. നമ്മൾ ആ ഒരു സംഭവം ടെസ്റ്റ് വായിച്ച് നമുക്കൊരു ഐഡിയയിൽ പോയാലും പിന്നെ ഒരുവിധം പഠിക്കുന്നവർക്ക് അത്യാവശ്യം നന്നായി മാർക്കാൻ പറ്റും. ഇത് CS ഒരു ജാതി പേപ്പർ. ഞാൻ പേപ്പർ വായിച്ച അവിടെ ഇങ്ങനെ ഇരിക്കുക. അത് ഞങ്ങൾ CS ഫിസിക്സും കൂടി നിങ്ങൾ ആലോചിക്കാം. CS ഫിസിക്സ് കുഴപ്പമുണ്ടായില്ല. ഫിസിക്സ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വായിച്ചപ്പോൾ ഫിസിക്സ് എനിക്ക് ഭയങ്കര പാടായിട്ട് തോന്നി. കുറച്ച് കഴിഞ്ഞ് എഴുതി വരുമ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫ്രണ്ട്സൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ട് പറയുന്ന ഫിസിക്സ് പാടായിരുന്നു, നമ്മൾ എഴുതിച്ചത് നല്ല ശരി അങ്ങനെ ഇങ്ങനെ പറയുന്നത്. പിന്നെ ഞാൻ നോക്കിയില്ല, മൈൻഡ് ചെയ്യാറില്ല. കാരണം നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാതിരിക്കുന്നത്. കാരണം നമുക്ക് ഭയങ്കരമായിട്ട് എന്തോ പോലെ തെറ്റിപ്പോയി മീൻസ് പിന്നെ നമ്മൾ അതിനനുസരിച്ച് ടെൻഷൻ എടുക്കണം. എന്തിനാ അത് ടെൻഷൻ എന്തായാലും പേപ്പർ കിട്ടും. അപ്പോൾ അതൊരു സംഭവം ഉണ്ടായിരുന്നു. കറണ്ട് പോയി നിങ്ങളൊന്ന് ഓക്കെ. പിന്നെ അതാണ് കമ്പ്യൂട്ടർ എനിക്ക് തോന്നിയത്. ഫിസിക്സ് കുഴപ്പമില്ല, എഴുതുമ്പോൾ എളുപ്പമായിരുന്നു. വായിച്ച ഒത്തിരി പാടായിരുന്നു, പക്ഷേ എഴുതിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അതേപോലെ തന്നെ ഇനിയിപ്പോൾ എനിക്കറിയില്ല നമ്മളിനി ഇത് വരുമ്പോൾ എങ്ങനെയാവും എന്നുള്ളത്. മീൻസ് മാർക്കൊക്കെ ഇട്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കറിയുന്നത് തന്നെ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ബയോക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നൊക്കെ കേട്ടു. എൻ്റെ ഫ്രണ്ട് വന്ന് പറഞ്ഞു ഞാൻ CS ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവളെ എന്ന് പറഞ്ഞു ബയോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അതിനെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് ആശ്വസിക്കാം, സയൻസിൽ പഠിക്കുന്ന പിള്ളേരുടെ ഒരു അവസ്ഥ അല്ല. പിന്നെ കൊമേഴ്സുകാർക്ക് അത്യാവശ്യം പഠിക്കാൻ കിട്ടും, ഞാൻ ഇല്ലയെന്നൊന്നും പറയുന്നില്ല. നിങ്ങളെങ്ങനെ എവിടെ വരെ പഠിച്ചെത്തിയോ, എന്തൊക്കെയാണ് സ്ഥിതി എന്നൊക്കെ പറയുക. അപ്പം പിന്നെ എല്ലാവരും പോർഷൻസ് കംപ്ലീറ്റ് ആയി എന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ എക്സാംസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പറയാം.